2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ മത്സരിക്കുന്ന പ്രമുഖരുടെ പട്ടിക ഒരു മാസത്തിനകം പുറത്തിറക്കാനാണ് KPCCയുടെ തീരുമാനം. അതായത് തിരുവനന്തപുരം മുതൽ കൃത്യമായും കണ്ണൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന 6 കോർപ്പറേഷനുകൾ, അതിൽ കണ്ണൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിലുമാണ് UDFന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. നിലവിൽ UDFന് വ്യക്തമായ ഭൂരിപക്ഷമുള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണ്. കൊച്ചി കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും ഒക്കെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്തതാണ്. എന്നാൽ ഇക്കുറി കണ്ണൂരിന് പുറമെ കോഴിക്കോടും കൊച്ചിയിലും അഭൂതപൂർവമായിട്ടുള്ള ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് കെ സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ സുധാകരൻ്റെ രാഷ്ട്രീയ തട്ടകമായ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷൻ സേഫാണ്. മാർട്ടിൻ ജോർജ് എന്ന DCC അധ്യക്ഷൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണയും കോൺഗ്രസ് ആധിപത്യം നേടാൻ പോകുന്നത്. എന്നാൽ കോഴിക്കോട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആവിഷ്കരിക്കപ്പെടേണ്ടതായുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന് മൃഗീയ ഭൂരിപക്ഷമാണ് ഉണ്ടായത്. മാത്രമല്ല, ഒട്ടുമിക്ക കോർപ്പറേഷനുകളിലും വലിയ തോതിൽ CPIM വോട്ടുകൾ ഇടിഞ്ഞു. അത് എല്ലാ തരത്തിലും ദോഷമായി ബാധിക്കാൻ പോവുകയാണ് CPIMന്. തുടർച്ചയായി കോർപ്പറേഷനിൽ വിജയം ആവർത്തിച്ചു വരുന്ന CPIMനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ, അതായത് നഗരമേഖലയിൽ വോട്ട് കുറഞ്ഞാൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകും. ഗ്രാമപഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്തിൻ്റെ കാര്യം വരുമ്പോൾ CPIMന് മുൻതൂക്കം ഉണ്ട്. എന്നാൽ അതുപോലെ ഒരു ആവർത്തനം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. 86ഓളം വരുന്ന മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കമെങ്കിലും ഇക്കുറി 50 50-ൽ കൂടുതലോ മുനിസിപ്പാലിറ്റികൾ സ്വന്തമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കെ സുധാകരൻ പറയുന്നുണ്ട്. 4 കോർപ്പറേഷനും 50 മുനിസിപ്പാലിറ്റിയും, അതാണ് KPCCയുടെ പ്രാഥമിക പരിഗണന. കൃത്യമായി പറഞ്ഞാൽ കൊല്ലം കോർപ്പറേഷനിലും ആഞ്ഞു പിടിച്ചാൽ UDFന് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്ന വാസ്തവമാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂരിന് പുറമെ കൊച്ചി കോർപ്പറേഷനിലും കോഴിക്കോടും കൊല്ലത്തും ആകെയുള്ള തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ കോർപ്പറേഷനിലാണ് UDFൻ്റെ പ്രതീക്ഷ മുഴുവൻ മങ്ങലായിരിക്കുന്നത്. കാരണം ഈ 2 സ്ഥലത്തും BJPക്ക് സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. CPIM വോട്ട് ഗണ്യമായി കുറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ CPIMന് വോട്ട് ഷെയർ വർദ്ധിക്കുന്നുമുണ്ട്. ഇത് കാലാകാലങ്ങളിലായി കണ്ടുവരുന്ന ഒരു സെനേറിയോ ആണ്. അതിനെ മാറ്റിമറിക്കാൻ കഴിയുമോ? അതിനുവേണ്ടി KS ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നാണ് തിരുവനന്തപുരം DCCയുടെ ആഹ്വാനം. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചർച്ചാ വിഷയമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനൽ തന്നെയാണ്.